വ്യാജ ചെലവുകളുടെ പേരിൽ 103.02 കോടി രൂപ CMRL കണക്കിൽപ്പെടുത്തിയെന്ന ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഡൽഹി ഹൈക്കോടതിയിലാണ് ആദായനികുതി വകുപ്പ് ഇക്കാര്യം അറിയിച്ചത്. ചെളി നീക്കം ചെയ്യൽ, ഗതാഗത ചെലവുകൾ എന്നിവയുടെ പേരിലാണ് അധിക തുക കാണിച്ചത്. അതേസമയം എക്സാലോജിക്കിനെതിരായ വിജിലൻസ് അന്വേഷണം ആവശ്യം തള്ളിയതിനെതിരെ മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിക്കും. റിയ ബേബി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, വ്യാജ ചെലവുകൾ അതിന്റെ പേരിൽ ഇപ്പോൾ 103 കോടിയിലധികം രൂപ കണക്കിൽപ്പെടുത്തി എന്നുള്ള വലിയ കണ്ടെത്തലാണ് IT വകുപ്പ് നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടന്റെ ഈ ഒരു നീക്കം എങ്ങനെയാണ്? മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും സമീപിച്ചിരിക്കുന്നത്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരുന്നു. മതിയായ രേഖകളില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിജിലൻസ് കോടതിയുടെ നടപടി. പക്ഷേ ഇക്കാര്യത്തിൽ അന്വേഷണം വേണം, തന്റെ പക്കൽ ആവശ്യത്തിന് മതിയായ രേഖകളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ രേഖകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ വീണ്ടും ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ഇത് തിങ്കളാഴ്ച ഈ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. നേരത്തെ ഈ എക്സാലോജിക്കുമായി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃത അനുമതി നൽകിയതിനെ തുടർന്നാണ് എക്സാലോജിക്കിന് പണം ലഭിച്ചിരിക്കുന്നത് എന്നതായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം. പക്ഷെ അതിന്റെ രേഖകളില്ല എന്ന് വരുത്തി ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും തിങ്കളാഴ്ച മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. ശരി, എക്സാലോജിക്കിനെതിരായ വിജിലൻസ് അന്വേഷണം ആവശ്യം തള്ളിയതിനെതിരെയാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. റിയ തുടരുന്നുണ്ട്. റിയ, ഇതിപ്പോൾ വലിയൊരു കണ്ടെത്തൽ അതേസമയം IT വകുപ്പിന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുന്നല്ലോ. അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള CMRL ഹർജിയിലെ ആ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ. അതിന്റെ പകർപ്പ് ഇപ്പോൾ IT വകുപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. അതിൽ 103 കോടിയിലധികം രൂപ അത് കണക്കിൽപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ളതാണ് ഈ IT വകുപ്പിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇത് ഏത് വിധത്തിലായിരിക്കും ഈ മുന്നോട്ട് പോകുന്ന നടപടികളെല്ലാം ബാധിക്കാൻ പോകുന്നത്? 2012-13 സാമ്പത്തിക വർഷം മുതൽ 2018-19 സാമ്പത്തിക വർഷത്തിനിടെയാണ് ഈ വ്യാജ ചെലവുകളുടെ പേരിൽ 103.2 കോടി രൂപ CMRL കണക്കിൽ കാണിച്ചെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. ഈ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഈ കേസിൽ ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് കേന്ദ്രം എടുത്തു പറയുന്നത്. പ്രോസിക്യൂഷൻ ആവശ്യമാണോ എന്നത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായി. ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.